ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശിവരാത്രിയാണ്. ശിവരാത്രി ദിവസം ഓരോ നക്ഷത്രക്കാരും ഏതൊക്കെ നാമങ്ങളാണ് ജപിക്കേണ്ടത് എന്നുള്ളതും അവർ ഏതൊക്കെ ദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാന് ധാര ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുമുള്ള ഒരു വിശദമായ വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇട്ടിരുന്നു. എല്ലാവരും അത് കേൾക്കണം. അതിനുശേഷം നിങ്ങളുടെ നക്ഷത്രം അനുസരിച്ചിട്ടുള്ള നാമം, ആ നാമം ഒന്നുകിൽ ഈ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ ആ വീഡിയോയുടെ താഴെ നിങ്ങൾ എഴുതണം. ഇന്ന് നമ്മൾ വളരെ വിശേഷപ്പെട്ട ശിവപുരാണത്തിലെ ഒരു കഥയാണ് നോക്കുന്നത്. അതായത് കാലഭൈരവൻ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ശിവരാത്രിക്ക് മുന്നോടിയായിട്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും ആ കഥകൾ മനസ്സിലാക്കിക്കൊണ്ട് നമഃശിവായ മന്ത്രം ജപിക്കുന്നതും ഒക്കെ തന്നെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ശിവപുരാണത്തിലെ കഥകളൊക്കെ ഒന്ന് പറയാം. എല്ലാവരും മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഈ കഥകളൊക്കെ കേൾക്കണം. സാധിക്കുമെങ്കിൽ ഈ കഥയൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. കാരണം ഭഗവാന്റെ കഥകൾ എല്ലാവരിലേക്കും എത്തട്ടെ. അതൊരു പുണ്യം തന്നെയാണ്. നമുക്ക് കാലഭൈരവൻ ആരാണ് എന്നും അവതാര കഥ എന്താണ് എന്നും ഒന്ന് നോക്കാം. പണ്ട് നർമ്മദയുടെ അതിമനോഹരമായ തീരത്ത് നർമ്മപുരം എന്ന ഒരു നഗരമുണ്ടായിരുന്നു. ആ നഗരത്തിൽ വിശ്വാനരൻ എന്ന പേരിൽ ഒരു മുനി താമസിച്ചിരുന്നു. ശാണ്ഡില്യ എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തിലായിരുന്നു ഈ മഹർഷി ജനിച്ചത്. പുണ്യവാനായിരുന്നു, ശിവഭക്തനായിരുന്നു. ബ്രഹ്മചര്യാശ്രമത്തിൽ വലിയ നിഷ്ഠയുള്ള ആളായിരുന്നു ഇദ്ദേഹം. ഈ മുനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു. മുനിയുടെ ഭാര്യയുടെ പേര് ശുചിഷ്മതി എന്നായിരുന്നു. അവർ സൽഗുണ സമ്പന്നയായിരുന്നു. വിശ്വാനരൻ എന്ന ബ്രാഹ്മണൻ കർമ്മങ്ങൾ അനുഷ്ഠിച്ചും ദേവന്മാർക്കും പിതൃക്കൾക്കുമൊക്കെ ഗുണമുണ്ടാക്കുന്ന കർമ്മങ്ങൾ ചെയ്തും അങ്ങനെ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിച്ചു പോന്നിരുന്നു. അങ്ങനെ വളരെ കാലം കഴിഞ്ഞപ്പോൾ ശുചിഷ്മതി എന്ന അദ്ദേഹത്തിൻ്റെ പത്നി ഇദ്ദേഹത്തിനോട് പറയുകയാണ്, അല്ലയോ പ്രാണനാഥ, സ്ത്രീകൾക്ക് യോജിച്ച ആനന്ദപ്രദമായ എത്രയോ സുഖങ്ങളുണ്ട്. അതെല്ലാം ഞാൻ അങ്ങയോടൊപ്പം താമസിച്ച് അനുഭവിച്ചു കഴിഞ്ഞു. എങ്കിലും എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം. ഞാനൊരു ഗൃഹസ്ഥയാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയാതെ തന്നെ അങ്ങേക്ക് എൻ്റെ ആഗ്രഹം മനസ്സിലായി കാണുമല്ലോ എന്ന് ഈ ഭാര്യ ഭർത്താവായ ബ്രാഹ്മണനോട്, മഹർഷിയോട് പറയുന്നു. അതായത് ഒരു പുത്രനെ തരിക എന്നുള്ളതാണ് ഈ പത്നി ആഗ്രഹിക്കുന്നത്. പത്നിയുടെ അപേക്ഷ കേട്ട് ഈ ബ്രാഹ്മണൻ, ഈ മഹർഷി അല്പസമയം ധ്യാനിച്ചു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പത്നി ആവശ്യപ്പെട്ടിരിക്കുന്ന വരം അല്പം ദുഷ്കരമായതാണ്. സകലതും ചെയ്യാൻ സമർത്ഥനായ ശിവൻ ഒരു പക്ഷേ ഭവതിയുടെ നാവിലിരുന്ന് വാഗ്ദേവതാരൂപത്തിൽ ഈ കാര്യം ചിലപ്പോൾ അറിയിച്ചതാകുമോ? ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്തു ആ ബ്രാഹ്മണൻ. വിശ്വാനരൻ പത്നിയെ സമാശ്വസിപ്പിച്ചിട്ട് വാരണാസിയിൽ പോയി കഠിനമായി തപസ്സനുഷ്ഠിക്കുകയും വീരേശലിംഗാരാധന നടത്തി 1 വർഷക്കാലം ത്രികാല പൂജ നടത്തുകയും ചെയ്തു. അതിനുശേഷം പ്രഭാതത്തിൽ ഗംഗയിൽ സ്നാനം ചെയ്തതിനു ശേഷം ആ വീരേശ്വര ലിംഗത്തിൻ്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ഈ മഹർഷി കാണുന്നത് 8 വയസ്സു പ്രായം തോന്നിക്കുന്ന ഭസ്മധാരിയായ ഒരു ബാലൻ ആ ശിവലിംഗത്തിൻ്റെ അടുക്കൽ ഇരിക്കുന്നു. ആ നഗ്ന ശിശുവിൻ്റെ നേത്രം ചെവിയോളം നീണ്ടതായിരുന്നു. അവൻ്റെ ചുണ്ടുകൾക്ക്
കടും ചുവപ്പ് നിറമായിരുന്നു. ശിരസിൽ മഞ്ഞ നിറമുള്ള ഒരു ജട ശോഭിച്ചിരുന്നു. മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൻ ശൈവോചിതമായ അലങ്കാരവും ചിതാഭസ്മവും ധരിച്ചിരുന്നു. അവൻ വേദസൂക്തങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ആ ബാലനെ കണ്ടതും മഹർഷി സന്തോഷിച്ചു. ശിവമയം. ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശിവൻ തന്നെയാണോ എന്ന് തോന്നിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം കോൾമയിർ കൊണ്ടു. പിന്നീട് അദ്ദേഹം ആഗ്രഹങ്ങൾ പൂർണ്ണമാക്കുന്ന ശ്ലോകങ്ങൾ ഉരുവിട്ടും ബാലരൂപിയായ ആ ശംഭുവിനെ സ്തുതിച്ചുകൊണ്ടും ഇങ്ങനെ പറയുകയാണ്: ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ഭഗവാനെ, ഞാനിതാ അങ്ങയെ പ്രണമിക്കുന്നു. ഏകരൂപനായിട്ടും നാനാരൂപങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന അങ്ങ് രൂപരഹിതനാണ്. കണ്ണില്ലാതിരുന്നിട്ടും സകലതും കാണുന്നു, നാവില്ലാതിരുന്നിട്ടും സകല രസങ്ങളും അറിയുന്നു. അങ്ങയെ ആർക്കാണ് അറിയുവാൻ സാധിക്കുന്നത്? ആ നിലയ്ക്ക് അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അല്ലയോ ഈശ, അവിടുന്ന് സർവസ്വരൂപനാണ്. ഈ പ്രപഞ്ചം മുഴുവനും അങ്ങു തന്നെയാണ്. ബാലനും യുവാവും വൃദ്ധനുമായിരിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞ് സ്തുതിച്ച് ആ ബ്രാഹ്മണ ശ്രേഷ്ഠനായ വിശ്വാനരൻ കൈകൂപ്പി നമസ്കരിക്കുവാൻ തുടങ്ങുമ്പോൾ ബാലരൂപിയായ ആ ശിവൻ സന്തോഷത്തോടുകൂടി ആ ബ്രാഹ്മണനോട് പറയുകയാണ്: അല്ലയോ മുനിശ്രേഷ്ഠനായ വിശ്വാനര, അവിടുന്ന് ഇന്നെന്നെ സന്തുഷ്ടനാക്കിയിരിക്കുന്നു. അതിനാൽ ഉത്തമമായ വരം അങ്ങ് ആവശ്യപ്പെട്ടുകൊള്ളുക. ഇത് കേട്ടതും മുനിശ്രേഷ്ഠനായ വിശ്വാനരൻ സന്തോഷത്തോടുകൂടി എഴുന്നേറ്റ് ആ ബാലരൂപിയായ ശങ്കരനോട് പറയുകയാണ്: അല്ലയോ മഹേശ്വര, അവിടുന്ന് അന്തര്യാമിയും ഐശ്വര്യസമ്പന്നനും ശർവനും ഭക്തർക്ക് സകലതും പ്രദാനം ചെയ്യുന്നവനുമാണ്. സർവജ്ഞനായ അങ്ങയിൽ നിന്ന് എന്തു കാര്യമാണ് എനിക്ക് മറച്ചു വെക്കുവാൻ സാധിക്കുന്നത്? എന്നിട്ടും അങ്ങ് എന്നോട് ചോദിക്കുന്നു, അങ്ങയുടെ ഇച്ഛയനുസരിച്ചിട്ട് എനിക്കെന്തു വേണമെങ്കിലും തന്നുകൊള്ളുക എന്ന് ഈ മഹർഷി ശിവനോട്, ബാലരൂപിയായ ശിവനോട് പറയുകയാണ്. വിശ്വാനരൻ്റെ വാക്കുകേട്ട് പാവന ശിശുരൂപധാരിയായ മഹാദേവൻ ചിരിച്ചുകൊണ്ട് ആ മഹർഷിയോട് പറയോ, മഹർഷി, അങ്ങയുടെ പത്നിയുടെ ആഗ്രഹം തീർച്ചയായും സാധിക്കുക തന്നെ ചെയ്യും. അങ്ങയുടെ പത്നിയുടെ ഗർഭത്തിൽ ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായി പ്രത്യക്ഷപ്പെടും. ആ അവതാരത്തിൽ എൻ്റെ പേര് ഗൃഹപതി എന്നായിരിക്കും. അങ്ങ് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ശിശുരൂപനായ വിശ്വംഭരൻ മഹർഷിയെ അനുഗ്രഹിച്ചതിനു ശേഷം അദ്ദേഹം അപ്രത്യക്ഷനായി. വിശ്വാനരൻ എന്ന ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ, ആ മഹർഷി സന്തുഷ്ടനാവുകയും അദ്ദേഹം സ്വഭവനത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. വീട്ടിലെത്തിയ വിശ്വാനരൻ തൻ്റെ പ്രിയപത്നിയോട് നടന്ന സംഭവങ്ങൾ മുഴുവനും സന്തോഷത്തോടു കൂടി വിവരിച്ചു. സ്വഭവനത്തിൽ മടങ്ങിയെത്തിയ മുനി തൻ്റെ പത്നിയോട് എല്ലാ വിവരങ്ങളും പറയുകയും അവർക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്തു. കാലക്രമേണ മുനിപത്നി ഗർഭിണിയായി യഥാസമയത്തു തന്നെ അവരെ പ്രസവിക്കുകയും ചെയ്തു. അവർ പ്രസവിച്ചത് ഒരു ആൺകുഞ്ഞിനെയായിരുന്നു. ആ സമയത്ത് ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടായി. ആ കുഞ്ഞിന് യഥാകാലം ഗൃഹപതി എന്ന പേരും മുനി ഭഗവാൻ വിശ്വേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം ഇടുകയും ചെയ്തു. ബ്രഹ്മദേവനാണ് തൻ്റെ അനുഗ്രഹം കൊണ്ട് 4 വേദങ്ങളും ഈ കുട്ടിയെ പഠിപ്പിച്ചത്. അങ്ങനെ സകല ദേവന്മാരുടെയും അനുഗ്രഹം ഈ കുട്ടിക്ക് ഉണ്ടായി. 9 വർഷം ആയപ്പോൾ മാതാപിതാക്കളുടെ ശുശ്രൂഷയിൽ തൽപരനായിരുന്ന വിശ്വാനരപുത്രൻ ഗൃഹപതിയെ സന്ദർശിക്കുന്നതിനായി നാരദമുനി അവിടേക്ക്
എത്തിച്ചേർന്നു. അപ്പോൾ ബാലൻ മാതാപിതാക്കന്മാരോടൊപ്പം നാരദമുനിയെ നമസ്കരിച്ചു. പിന്നീട് നാരദൻ ബാലൻ്റെ ഹസ്തരേഖ നോക്കുകയാണ്. അതിനുശേഷം ഫലം പറഞ്ഞു. നിങ്ങളുടെ പുത്രൻ അതീവ ഭാഗ്യശാലിയാണ്. ഇവൻ്റെ സകല അംഗങ്ങളും ശുഭലക്ഷണമുള്ളവയാണ്. ഇവൻ സർവഗുണസമ്പന്നനും ചന്ദ്രന് തുല്യം കലകളാൽ നിർമ്മലനുമാണ്. എന്നിരുന്നാലും ഒരാപത്ത് കാണുന്നു. ഇവൻ്റെ 12ാമത്തെ വയസ്സിൽ ഇടിമിന്നൽ അഥവാ അഗ്നിമുഖേന ഇവനൊരു കുഴപ്പമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവനെ രക്ഷിക്കണമെങ്കിൽ ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ചു കൊള്ളുക എന്ന് നാരദര് കൈനോക്കി പറയുകയും ചെയ്തു. നാരദൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന കേട്ട് വിശ്വാനരനും പത്നിയും ഞെട്ടിത്തരിച്ചു. അവർ തൻ്റെ മകൻ്റെ ദുർഗതി ഓർത്ത് പൊട്ടിക്കരഞ്ഞു. പുത്രശോകത്താൽ പരിഭ്രാന്തരായ അവര് ബോധം കെട്ട് നിലത്തു വീണു. അച്ഛനമ്മമാർ കടുത്ത ദുഃഖത്തിലായിരിക്കുന്നതറിഞ്ഞ് ഗൃഹപതി ഇങ്ങനെ പറയുകയാണ്: അമ്മേ, പിതാവേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഞാൻ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചോ എന്ന് ആ മകൻ മാതാപിതാക്കളോട് ചോദിക്കുന്നു. ആ സമയത്താണ് കൈ നോക്കിയിട്ട് രഹസ്യമായി മാതാപിതാക്കളോട് നാരദര് പറഞ്ഞ ആ കാര്യം കുട്ടിയോട് മാതാപിതാക്കൾ പറയുന്നത്. അത് കേട്ടതും അച്ഛനെയും അമ്മയെയും ആ കുട്ടി ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം മാതാപിതാക്കളുടെ ആശീർവാദത്തോടു കൂടി, അവരുടെ അനുവാദത്തോടു കൂടി ഗൃഹപതി അവരെ നമസ്കരിച്ചതിനു ശേഷം, അവരുടെ അനുവാദത്തോടു കൂടി അവരെ ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്നും യാത്രയാകുന്നു. മണികർണിക എന്ന സ്ഥാനത്തു പോയി അദ്ദേഹം അവിടെ വിധിപ്രകാരം സ്നാനം ചെയ്യുകയും ഭഗവാൻ വിശ്വനാഥനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു ശിവലിംഗം സ്ഥാപിക്കുകയും പവിത്രമായ ഗംഗാജലം നിറച്ച 108 കലശങ്ങൾ കൊണ്ട് ശിവന് അഭിഷേകം ചെയ്യുകയും ചെയ്തു. തുടർന്ന് സാധാരണ മനുഷ്യർക്ക് ദുഷ്കരവും കഠിനവുമായ അനുഷ്ഠാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ശിവനിൽ മാത്രം മനസ്സുറപ്പിച്ചുകൊണ്ട് തപസ്സു ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് 12 വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഇന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട്, അല്ലയോ മുനികുമാര, അങ്ങയുടെ തപസ്സിൽ ഞാനിതാ സംപ്രീതനായിരിക്കുന്നു. ഞാൻ ഇന്ദ്രനാണ്. എന്തു വരമാണ് വേണ്ടത് എന്ന് ഇന്ദ്രൻ ഈ കുട്ടിയോട് ചോദിക്കുന്നു. ഉടൻ തന്നെ ഈ കുട്ടി കണ്ണു തുറന്നിട്ട് പറയുകയാണ്: അതിന് ഞാൻ നിങ്ങളെ അല്ലല്ലോ ധ്യാനിച്ചത്. ഞാൻ ധ്യാനിച്ചത് ഭഗവാൻ ശങ്കരനെയാണ്. അതുകൊണ്ട് താങ്കളുടെ അനുഗ്രഹമൊന്നും എനിക്ക് വേണ്ട എന്ന് ഈ കുട്ടി ഇന്ദ്രനോട് പറയുന്നു. അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറയുകയാണ്: ശങ്കരൻ അവൻ നിസ്സാരനല്ലേ? എന്നേക്കാൾ വളരെ താഴ്ന്ന ആളാണ് ശങ്കരൻ. അതുകൊണ്ട് ദേവന്മാരുടെ രാജാവായ എൻ്റെ അനുഗ്രഹം മേടിച്ചു കൊള്ളുക. എനിക്ക് തരാൻ പറ്റാത്തതായി ഒന്നും തന്നെയില്ല എന്ന് അല്പം അഹങ്കാര രൂപത്തിൽ ഇന്ദ്രൻ ഈ കുട്ടിയോട് പറയുന്നു. ഇത് കേട്ടതും ഗൃഹപതിക്ക് ദേഷ്യം വന്നു. അല്ലയോ ഇന്ദ്ര, എനിക്കറിയാം നിങ്ങളുടെ യോഗ്യത. അഹല്യയുടെ പാതിവൃത്യം നശിപ്പിച്ച ദുരാചാരിയല്ലേ നിങ്ങൾ? എൻ്റെ അടുത്തു നിന്നും കടന്നു പോവുക. എനിക്ക് ശങ്കരനല്ലാതെ മറ്റൊരു ദേവനില്ല എന്ന് ഈ കുട്ടി ഇന്ദ്രനോട് പറയുന്നു. ഗൃഹപതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ കോപം കൊണ്ട് ജ്വലിച്ചു. ഭയങ്കരമായ തൻ്റെ വജ്രായുധമെടുത്ത് ആ ബാലനെ ഭയപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. വജ്രായുധം കണ്ടപ്പോൾ തന്നെ ഗൃഹപതി ബോധം കെട്ട് നിലത്തു വീഴുകയും ചെയ്തു. ആ സമയത്ത് ഭഗവാൻ ശങ്കരൻ അവിടെ പ്രത്യക്ഷനാവുകയും ഗൃഹപതിയുടെ കൈകളിൽ സ്പർശിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു: എഴുന്നേൽക്കുക കുഞ്ഞേ, നിനക്ക് മംഗളമുണ്ടാകട്ടെ. ഇത് കേട്ടതും ആ കുഞ്ഞ് കണ്ണു തുറന്നു. അവൻ്റെ മുമ്പിൽ അതാ
100 ആദിത്യനേക്കാൾ കൂടുതൽ ശോഭയോടുകൂടി നിൽക്കുന്ന മഹേശ്വരൻ, അദ്ദേഹത്തിൻ്റെ നെറുകയിൽ ജടയിൽ ചന്ദ്രക്കല, തിരുനെറ്റിയിൽ 3-ാം കണ്ണ്, കഴുത്തിൽ നീലനിറം, കൊടിയിൽ കാളയുടെ അടയാളം ധരിച്ചിരിക്കുന്നു. ഇടതുഭാഗത്ത് ഉമാദേവിയോടൊപ്പം പരിലസിച്ചിരുന്ന ആ ചന്ദ്രചൂഡനെ കണ്ട് ആ കുട്ടി അത്ഭുതപ്പെട്ടു. ആനത്തോലുടുത്ത് കയ്യിൽ ശൂലവും ധരിച്ച് ജടാധാരിയായി കർപ്പൂരത്തിനു തുല്യം വെൺനിറമാർന്ന ശരീരത്തോടു കൂടിയാണ് മഹേശ്വരനെ അദ്ദേഹം ദർശിച്ചത്. ഗൃഹപതി സന്തോഷത്തോടു കൂടി മഹേശ്വരനെ കണ്ണുനീർ വാർത്തുകൊണ്ട് നിശ്ചലനായി നോക്കി നിന്നു. അത് കണ്ടതും ഭഗവാൻ മഹേശ്വരൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു: അല്ലയോ ഗൃഹപതി, നീ ഇന്ദ്രനെ കണ്ട് ഭയപ്പെട്ടുവോ? നിനക്കിനി ഭയം വേണ്ട. ഇന്ദ്രനെന്നല്ല, യമനു പോലും നിന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നാം തന്നെയാണ് ഇന്ദ്രൻ്റെ വേഷത്തിൽ വന്നു നിന്നെ ഭയപ്പെടുത്തിയത്. ആ പരീക്ഷയിൽ നീ വിജയിച്ചിരിക്കുന്നു. അതിനാൽ നിനക്കിതാ ഞാൻ വരം നൽകുന്നു. നിനക്ക് ഇന്നു മുതൽ അഗ്നിയുടെ സ്ഥാനമായിരിക്കും ലഭിക്കുന്നത്. നീ സകല ദേവന്മാർക്കും വരം നൽകുന്നവനായിത്തീരും. സകല പ്രാണികളിലും ജരാഗ്നി രൂപത്തിൽ നീ വർത്തിക്കും. ദിക്പാലകൻ എന്ന നിലയിൽ നിനക്ക് ഇന്ദ്രനും യമനും മധ്യേ സ്ഥാനം ലഭിക്കും. നീ സ്ഥാപിച്ചതായ ഈ ശിവലിംഗം നിന്റെ പേരിൽ അഗ്നീശ്വരൻ എന്ന നാമത്തോടുകൂടി പ്രസിദ്ധനായിത്തീരും. ഇത് എല്ലാ തരത്തിലുള്ള തേജസ്സുകളും വളർത്തുന്നതായിരിക്കും. നിനക്കൊരിക്കലും ഇടിമിന്നലിൽ നിന്നോ അഗ്നിയിൽ നിന്നോ ഭയം ഉണ്ടാവുകയില്ല. നീ സ്ഥാപിച്ച ഈ ലിംഗത്തെ പ്രാർത്ഥിക്കുന്നവന് ഒരിക്കലും ഒരു തരത്തിലുള്ള ഭയവും ഉണ്ടാകുന്നതല്ല. ഈ ലിംഗത്തെ വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കുന്ന ഭക്തൻ സകല പ്രാരാബ്ദങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യും. ഇങ്ങനെ അരുളിയ ശേഷം ഭഗവാൻ ശിവൻ ഗൃഹപതിയുടെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ആ അഗ്നിക്ക് ദിക്പാലക സ്ഥാനം നൽകി അഭിഷേകം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം സ്വയം ആ ലിംഗത്തിൽ ലയിച്ചു ചേർന്നു. അങ്ങനെ അഗ്നി ബ്രാഹ്മണർക്ക് ഏറ്റവും മംഗളകരമായി തീർന്നു. അതുതന്നെ നിശ്ചിത രൂപത്തിൽ ഗുരു, ദേവതാവൃതം, തീർത്ഥം എല്ലാമായി തീർന്നു. എത്രമാത്രം പരിശുദ്ധിയില്ലാത്ത വസ്തുക്കളും അഗ്നി സമ്പർക്കമുണ്ടാകുന്നതോടുകൂടി ആ വസ്തു ശുദ്ധമായി തീരുന്നു. അതിനാൽ അഗ്നിയെ പാവകൻ എന്ന് വിളിക്കുന്നു. ഇത് ശംഭുവിൻ്റെ പ്രത്യക്ഷ രൂപത്തിലുള്ള തേജോമയമായ ദഹിപ്പിക്കുന്ന മൂർത്തിയാണ്. അഗ്നിയിൽ നിക്ഷേപിക്കുന്ന ഏതു ദ്രവ്യവും അത് ദേവകൾക്ക് ആഹാരമായി തീരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ ആ കുട്ടിയെ അനുഗ്രഹിക്കുകയും അദ്ദേഹം സ്ഥാപിച്ച ആ ലിംഗത്തിൽ സ്വയം വിലയം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ കാലനെ പോലും തോൽപ്പിക്കുവാൻ സാധിക്കുന്ന ശക്തിയുള്ള ആ ലിംഗം ഇന്നും വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്നു. കാശിക്ക് കാവലായി കാലഭൈരവൻ എന്ന നിലയിൽ ആ ലിംഗം ഇപ്പോഴും അവിടെ ഭക്തരാൽ പൂജിക്കപ്പെട്ട് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ കാലനെ പോലും നശിപ്പിക്കുവാൻ സാധിക്കുന്ന ലിംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണമില്ലാത്ത കാലം എന്ന അർത്ഥത്തിലല്ല. എല്ലാ ആപത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ രക്ഷിച്ച് ശരിയായ മോക്ഷം, ശരിയായ ജീവിതം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ ആനന്ദമൂർത്തി, ആ മൂർത്തിയാണ് കാലഭൈരവൻ. കാശിയിൽ വിശ്വനാഥനെ കാണാൻ പോകുന്ന എല്ലാ ഭക്തജനങ്ങളും കാലഭൈരവനെ കണ്ട് നമസ്കരിക്കാറുണ്ട്. കാശിയുടെ സംരക്ഷണ രൂപത്തിൽ അങ്ങനെ ഭക്തരാൽ പരിസേവിതനായി കാലഭൈരവൻ വസിക്കുന്നു. രുദ്രൻ്റെ മറ്റൊരവതാരം അഗ്നിരൂപത്തിലുള്ള അവതാരമാണ് കാലഭൈരവൻ. ശിവൻ്റെ
അഗ്നിരൂപത്തിലുള്ള അവതാരം. ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഗ്നിക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. അഗ്നിസാക്ഷിയല്ലാതെ ഒരു ശുഭകാര്യവും നമ്മൾ ചെയ്യാറില്ല. ഏതൊരു വസ്തുവാണോ അത് എത്ര അഴുക്കായാലും എത്ര അശുദ്ധിയുള്ള സാധനമായാലും അഗ്നിയിൽ അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ വസ്തു ശുദ്ധമാണ്. ആ വസ്തു പിന്നീട് ദേവന്മാർക്ക് ആഹാരമായി തീരുന്നു. അങ്ങനെയുള്ള അഗ്നിരൂപത്തിലുള്ള മഹേശ്വരൻ്റെ അവതാരമാണ് കാലഭൈരവൻ. കാലഭൈരവ രൂപത്തിലുള്ള ആ വിഗ്രഹത്തിൽ, ആ ലിംഗത്തിൽ ഭഗവാൻ അഗ്നിരൂപത്തിൽ പ്രവേശിച്ചു എന്നാണ് ശിവപുരാണം പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും കാലഭൈരവൻ്റെ അവതാര കഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അഗ്നിരൂപത്തിലുള്ള ഭഗവാനാണ് കാലഭൈരവൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഓം കാലഭൈരവായ നമ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഞാൻ ഇതിനു മുമ്പിട്ട ആ വീഡിയോയിൽ ഓരോ നക്ഷത്രക്കാരും ഏതു രൂപത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിലുള്ള ഭഗവാന്റെ ആ ലിംഗരൂപത്തിൻ്റെ ആ നാമം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ആ വീഡിയോയുടെ താഴെ ആയാലും രേഖപ്പെടുത്തുക. ഓം നമോ ഭഗവതേ രുദ്രായ. ഓം നമഃ ശിവായ. ഹരേ കൃഷ്ണ.